നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. A prayerful meeting with you. Welcome to Jesus Kids. കഥകൾക്ക് ജീവൻ വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അത് സ്വാധീനം ചെലുത്തും. ഓരോ കഥാപാത്രവും നമുക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് കണ്ടെടുത്തതായതുകൊണ്ട് നമുക്ക് ഈ അവസ്ഥ സുപരിചിതമാണ്. അങ്ങനെയാണെങ്കിൽ ബ്ലസ് ചേച്ചിയുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ ഇപ്പൊ പറയട്ടെ. പറ നോക്കട്ടെ. ബില്ലിന്റെ മിടുക്ക്. ഒരു വല്ലാത്ത അവസ്ഥ. ഇതിപ്പോ പറയുന്ന ആർക്കാ പറ്റാത്തത്? അന്നാ ബ്ലസ് ചേച്ചി എന്ന് പറയാ. എന്റെ അവസ്ഥ വളരെ പരിതാപകരം. വളരെ പരിതാപകരമാണ് ബില്ലിന്റെ അവസ്ഥയെന്ന്. ബ്ലസ് ചേച്ചി നിന്ന് കിണുങ്ങാതെ നമ്മുടെ കൂട്ടുകാർ ഇവിടെ കാത്തിരിക്കുക. എങ്കിൽ നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. കാട്ടിലെ കൂട്ടുകാർ. എന്തൊരു ക്ഷീണ. കളിച്ചു കളിച്ച് മടുത്തു. ശരിയാ, വയ്യാതെ. എത്ര നേരാ കളിച്ചത്? എനിക്കാണെങ്കിൽ വിശക്കുന്നുണ്ട്. ബിസ്ക്കറ്റും പഴവും വാങ്ങാൻ പോയ കപിലിനെ കാണുന്നുമില്ല. ഫ്രഷ് ആയിട്ട് നോക്കി നിൽക്കാവും. ഇപ്പൊ വരുന്നേ. ഈ വിശപ്പ് സഹിക്കുന്നവരെ സമ്മതിക്കണം. വിശപ്പ് കടിച്ചമർത്തി ജീവിക്കുന്ന എത്ര പേരാണെന്നോ ഈ കാട്ടില്. അതാ പറഞ്ഞത്, അവരെ സമ്മതിക്കണമെന്ന്. ഒരു ഇച്ചിരി നേരത്തെ വിശപ്പ് സഹിക്കാൻ നമുക്ക് പറ്റണില്ല. അതെ അതെ, നമുക്ക് ഭക്ഷണം തരുന്ന ദൈവത്തോട് നമ്മൾ നന്ദി പറയേണ്ടതാ. എത്ര സൗകര്യത്തോടു കൂടി നമ്മൾ ജീവിക്കുന്നു, അത്രയും നമ്മൾ സ്വാർത്ഥരായി മാറുന്നു. പറഞ്ഞത് നേരാ. മറ്റുള്ളവരെ കുറിച്ച് ഇപ്പൊ ആരും ഓർമ്മിക്കാനാ? നിങ്ങൾ കാത്തിരുന്ന മുഷിഞ്ഞോ? എവിടുന്ന്? കാത്തിരുന്ന് ഞങ്ങളുടെ വിശപ്പ് പോയി. അതെ. അയ്യോ, വിശപ്പ് പോയെന്നോ? അതെന്താ? കപിലേ, ഞങ്ങൾ ഈ വിശപ്പിനെ പറ്റി പറഞ്ഞ് വിശപ്പ് അങ്ങോട്ട് പോയി. നിങ്ങൾ ചർച്ച അവസാനിപ്പിച്ച് ഇത് കഴിക്കാൻ നോക്ക്. കപിലേ, നമ്മൾ എത്ര സുഖസൗകര്യത്തോടു കൂടിയാ ജീവിക്കുന്നത്. അപ്പറഞ്ഞ നേരാ. അതിനെന്താ? വിശക്കുന്നവർക്ക് വേണ്ടിയും ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. തീർച്ചയായും അതിനുവേണ്ടി നമ്മൾ ഒന്നായി പ്രവർത്തിക്കണം. ഞാൻ റെഡി. അശരണരുടെയും പാവപ്പെട്ടവരുടെയും ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം. അവരെ നമുക്ക് ഒരു കൈ സഹായിക്കാം. നമുക്കൊരു കാര്യം ചെയ്താലോ? വമ്പൻ സാറിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞാലോ? അത് കൊള്ളാം. വമ്പൻ സാറ് നമുക്ക് വേണ്ടി ഉപദേശം തരും. തീർച്ചയായും. നമുക്ക് വമ്പൻ സാറിന്റെ അടുത്ത് പോവാം. ഇതും കൂടി എടുത്തേക്കാം. ഏഴിമലക്കാട്ടിലെ കരിമണൽ ഖനനം നിരോധിച്ചിരിക്കുന്നു. നന്നായി. പ്രകൃതി നശിക്കാതിരിക്കാൻ നല്ലതാ. കോടതി പരിസരത്ത് കോഴിയതിനെ തുടർന്ന് കോഴി അമ്മയെ അറസ്റ്റ് ചെയ്തു. കോഴിയുടെ ഒരു അഹങ്കാരി. സാർ ഇവിടെ തന്നെ ഉണ്ട്. ഗുഡ് മോർണിംഗ് സാർ. ആരൊക്കെയത്? ഗുഡ് മോർണിംഗ്. എന്താ എല്ലാവരും കൂടി? അതെ, ഞങ്ങളൊരു പദ്ധതിയായിട്ടാ വന്നിരിക്കുന്നത്. എന്താ പുതിയ പദ്ധതി? അത് പിന്നെ സാറേ, ഞങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ തീരുമാനിച്ചു. അത് കൊള്ളാം മക്കളെ. മറ്റുള്ളവരെ സഹായിക്കുന്നവരെ സമൂഹം നല്ല രീതിയിലേ നോക്കിക്കാണൂ. സപ്പോർട്ട് ചെയ്യും. അല്ല, നിങ്ങളുടെ പ്ലാൻ അതെന്താ?
പറയൂ, കേക്കട്ടെ. സാറേ, ഞങ്ങളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് വമ്പൻ സാറിന് ഉപദേശം വേണം. ഓ, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ സഹായിക്കും, ഉറപ്പ്. അത് മതി സാറേ, സാറിന്റെ സഹായം ഞങ്ങൾക്കുണ്ടായാ മതി. അതെ അതെ. അപ്പോഴും നിങ്ങളുടെ പദ്ധതി എന്താണെന്ന് പറഞ്ഞില്ല. സാറേ, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ തെരുവുകളിൽ കഴിയുന്നവരെ കണ്ടെത്തി അവരെ സംരക്ഷിക്കുക, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക, കൂടാണ്ട് അവരെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ എത്തിക്കുക എന്നൊക്കെയാണ് ഞങ്ങളുടെ പദ്ധതി. ആഹാ, വളരെ നല്ലത്. നിങ്ങളെ ഞാൻ നമിക്കുന്നു. നല്ല മനസ്സിന്റെ ഉടമകളായ നിങ്ങളുടെ കൂടെ നിങ്ങളിൽ ഒരാളായി ഞാനും ഉണ്ടാകും. വളരെ നന്ദി സാർ, ഞങ്ങളെ സഹായിക്കാൻ മനസ്സ് കാണിച്ചതിന്. മക്കളെ, നിങ്ങൾ ചെയ്യുന്നത് എത്രത്തോളം നല്ല കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ എല്ലാവിധ സഹായവും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. താങ്ക് യു സാർ. എന്നാ ഞങ്ങൾ പോട്ടെ, നാളെ തന്നെ പ്രവർത്തനം തുടങ്ങണം. എങ്കിൽ ശരി മക്കളെ, ഞാൻ ആ ജംഗ്ഷനിൽ ഉണ്ടാകും. നിങ്ങൾ അവിടെ എത്തിയാ മതി. ശരി സാറ്, എങ്കിൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ഓക്കെ മക്കളെ, നിങ്ങളുടെ പ്രവർത്തനം അത് നിങ്ങളുടെ ജീവിതത്തെ സമൃദ്ധമാക്കട്ടെ. ശരി സാർ. നല്ല കുട്ടികൾ. നമ്മൾ ഒത്തിരി വൈകി കേട്ടോ. ശരിയാ, വമ്പൻ സാറുണ്ടല്ലോ നമ്മളെ കാത്തവിടെ മുഷിഞ്ഞു നിൽക്കുന്നുണ്ടാവും. അത് ശരിയാ. ഭക്ഷണം പൊതിഞ്ഞു കെട്ടാൻ എത്ര നേരമായി എടുത്തത്, അതുകൊണ്ടല്ലേ വൈകിയത്. അതൊക്കെ വമ്പൻ സാറിന് മനസ്സിലാകുന്നേ. നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. അടുത്ത ദിവസത്തേക്ക് ഭക്ഷണം ശേഖരിക്കേണ്ടതാ. നമുക്കൊരു കാര്യം ചെയ്താലോ? എന്താ? മോട്ടും ഗംഭീറും കൂടി ഈ ഭക്ഷണവുമായി പോയി ഇത് വിതരണം ചെയ്യും. ഞാനേ നമ്മൾ നിശ്ചയിച്ച സംഭാവന തരാൻ സാധ്യതയുള്ളവരിൽ നിന്നും ക്യാഷ് കളക്ട് ചെയ്യാൻ പോവാം. അത് കൊള്ളാം, അത് നല്ലതാ. എന്നാലും കുഴപ്പമില്ല ഗംഭീർ, അപ്പൊ നമുക്ക് സമയലാഭം കിട്ടും. ശരി, എങ്കിൽ നിങ്ങൾ വേഗം ചെല്ല്, വൈകുന്നേരം കാണാം. ഞാൻ കളക്ഷൻ ചെല്ലട്ടെ. എന്നാ ചെല്ല്. മോട്ടു, വേഗം പോകാം. സാർ നമ്മളെ കത്ത് വിഷമിക്കുന്നുണ്ടാകും. ശരിയാ, വേഗം വാ. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ട തോർക്കണം, കവിളിലൂടൊഴുകുന്ന കണ്ണ്. സാറേ, നിങ്ങൾ നേരം വൈകിയല്ലേ? ശരിയാ സാറേ, ഞങ്ങള് രാവിലെ തുടങ്ങിയതാ, പക്ഷെ തീർന്നില്ല. സാരമില്ല, നിങ്ങൾ മനഃപൂർവ്വമല്ലല്ലോ വൈകിയത്. സാറേ, ഈ ചോറ് പൊതിഞ്ഞു തീർന്നപ്പോ വളരെ നേരം വൈകിപ്പോയി. അങ്ങോട്ട് നോക്കിയേ. എന്താ കണ്ടോ, നമ്മളെ പോലൊരാളാ അവിടെ കിടക്കുന്നത്. കഷ്ടം, കിടക്കുന്നത് കണ്ടിട്ട് സങ്കടം വരുന്നു. നമ്മളൊക്കെ വീട്ടിൽ കിടക്കൽ സുഖമായിട്ട് കിടക്കുക. ഇങ്ങനെയുള്ള എത്ര പേർ ഈ തെരുവുകളിലുണ്ട്. അതിൽ ഒരാളെ മാത്രം കണ്ടപ്പോൾ നമ്മൾ വിഷമിച്ചാലോ? അമ്മേ, എന്റെ അമ്മോ, എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കാവോ? ഗംഭീർ, മോട്ടു, ഒന്ന് സഹായിക്കൂ, ആ പാവത്തിനെ എണീപ്പിക്കൂ. പതുക്കട്ടെ, അങ്ങനെ പതുക്കെ പതുക്കെ. സാരമില്ലെന്നേ. എന്താ എങ്ങനെയുണ്ട് ഇപ്പോ? എന്താ ചേട്ടന് പറ്റിയത്? എനിക്കാരുമില്ല, എന്നെ എല്ലാവരും ഉപേക്ഷിച്ചു. ചേട്ടാ, വിഷമിക്കാതെ, ആശ്വസിക്കുന്നു. മക്കളെ, എനിക്കെല്ലാം ഉണ്ടായിരുന്നു, സ്വത്ത്, മക്കള്, അങ്ങനെയെല്ലാം. പക്ഷെ എന്റെ മക്കൾക്ക് സ്നേഹമുണ്ടായിരുന്നില്ല. അവരെന്നെ ഉപേക്ഷിച്ചു, സ്വത്തൊക്കെ സ്വന്തമാക്കി. ചേട്ടാ, ഇനി ഞങ്ങളുണ്ട് നിങ്ങളെ പോലുള്ളവരെ സംരക്ഷിക്കാൻ. ചേട്ടനെ പോലുള്ളവരെ ഞങ്ങൾ പൊന്നു പോലും നോക്കും. മകളെ, നല്ല മനസ്സിന്റെ ഉടമകളായ നിങ്ങളെ എന്നും ദൈവം അനുഗ്രഹിക്കും. എന്താ ഇത്? ഉച്ചയ്ക്കിലേക്കുള്ള ആഹാരമാ. നന്ദിയുണ്ട് മക്കളെ, നന്ദി. മക്കളെ, ദേ ഈ ഒരു വാക്ക് മതി നിങ്ങളുടെ ജീവിതം ധന്യമാകുവാൻ. നിങ്ങളുടെ ഈ പ്രവർത്തികളുടെ നന്മ മഹത്തരമാണ്. നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി പടർന്നു പന്തലിക്കട്ടെ.
ഈ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും അത് മറ്റുള്ളവർക്ക് താങ്ങായി തണലായി മാറട്ടെ. അതെ മക്കളെ, നിങ്ങൾ ഈ സമൂഹത്തിന്റെ സ്വത്താ. നിങ്ങളെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, മറ്റുള്ളവരുടെ വിഷമതകളിൽ സഹായിക്കുന്ന ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ നിങ്ങളുടെ പ്രവർത്തനം മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്മകൾ പുഷ്പിക്കുന്ന കഥകൾ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ പരത്തും. നന്മകൾ പുഷ്പിക്കുന്നത് കഥകളിൽ മാത്രമല്ല, കാഴ്ചകളിലുമുണ്ട്. ചിത്രശാല. കൂട്ടുകാരെ, ഈ ചിത്രരചനാ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ കാണുന്ന പാപിനിയായ സ്ത്രീയെ കുറിച്ച് കാണാം. ഒരു ദിവസം ഈശോ ഒരു ശതാധിപൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുകയായിരുന്നു. അങ്ങനെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒരു പാപിനിയായ സ്ത്രീ അവിടെ കടന്നു വന്ന് ഈശോയുടെ കാൽക്കൽ വീണ് കരയുകയും മുടി കൊണ്ട് തുടയ്ക്കുകയും ലേപനം പൂശി ചുംബിക്കുകയും ഒക്കെ ചെയ്തതിനെക്കുറിച്ചുള്ള ഭാഗമാണത്. ആ ഭാഗം എങ്ങനെ ചിത്രീകരിക്കാം എന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ആദ്യം ഈശോയെ ചിത്രീകരിക്കുമ്പോൾ ഈശോ അവിടെ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നതിനായി ഇരിക്കുന്ന ഭാഗമാണ് ചിത്രീകരിക്കുക. ഇരിക്കുന്ന ഭാഗം പണ്ടത്തെ രീതിയിൽ ചിത്രീകരിക്കണം. ഇന്നത്തെ പോലെ കസേരയൊന്നുമില്ല. അപ്പോൾ അതുപോലെ ചിത്രീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമുക്കൊന്ന് ചിത്രം വരച്ചു നോക്കാം. ഇതിലേക്ക് കുത്തിയിരിക്കുന്ന ഈശോയാണ് വരയ്ക്കുന്നത്. ഈശോയുടെ കൂടെയുള്ള ആൾക്കാരെ നമുക്ക് വരയ്ക്കാം. പ്രത്യേകിച്ച് പാപിനിയായ സ്ത്രീ അവിടെയുണ്ട്. പാപിനിയായ സ്ത്രീയെയും വരയ്ക്കാം. പാപിനിയായ സ്ത്രീ ഈശോയുടെ കാൽക്കിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയാണ് വരയ്ക്കുക. തുടയ്ക്കുന്ന പാപിനിയായ സ്ത്രീയെ ഉള്ളതുകൊണ്ട് മുടിയുടെ ഒരു ഭാഗം മുമ്പോട്ട് വരച്ചിടാം. കൂടെ ഒരു ശതാധിപൻ്റെ വീട്ടിലാണ് നമ്മൾ ഭക്ഷണത്തിനിരിക്കുക, ഈശോ ഭക്ഷണത്തിനിരിക്കുക. അതുകൊണ്ട് ശതാധിപൻ തീർച്ചയായിട്ടും ഉണ്ട്. ശതാധിപനെയും നമുക്ക് വരച്ചു. ശതാധിപൻ അത്ര തൃപ്തിയല്ല ഇക്കാര്യം. ആയതുകൊണ്ട് ശതാധിപൻ ഇവളോട് പോകുന്നത് പോലെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് ചിത്രീകരിക്കാം. ശതാധിപൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ശതാധിപൻ്റെ കൂടെ ആൾക്കാരുണ്ട്. അവരെയും ഒന്ന് ചിത്രീകരിക്കാം. ഭക്ഷണപാനീയങ്ങൾ കൊണ്ടുവരുന്ന സ്ത്രീയെ നമുക്ക് സ്കെച്ച് ചെയ്ത് വയ്ക്കാം. ഇനി ഈ ഈശോ ഇരിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ ഉള്ളത്, അതിന് ഉത്തരമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ സീനറി ചെയ്യുകയാണ്. സീനറി ചെയ്യാൻ പോകും. ഏകദേശം നമ്മുടെ സ്കെച്ച് കഴിഞ്ഞു. ഇനി അത് പെയിൻറ് ചെയ്യുന്ന രീതിയിലേക്ക് കടക്കുകയാണ്. ആദ്യം നമുക്ക് ഈശോയുടെ ചിത്രത്തിലേക്ക് തന്നെ പോകാം. ഈശോയുടെ ചിത്രം
പെയിൻറ്റ് ചെയ്യാണ്. ഡ്രൈ പെസ്റ്റിലാണ് ഇന്ന് ഉപയോഗിക്കുക. ഡ്രൈ പെസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ നേർത്ത പൊടിയാണ്. അത് ചോക്ക് പോലെ രൂപപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇതുപയോഗിച്ചാണ് ഇന്ന് ചിത്രം വരയ്ക്കുക. ഡ്രൈ പെസ്റ്റിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് കൈകൊണ്ട് ഇതുപോലെ ഉരച്ച് നേരെയാക്കണം എന്നുള്ളതാണ്. എങ്കിലത് കുറച്ചിരിക്കുകയുള്ളൂ. ഡ്രൈ പെസ്റ്റിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അത് എപ്പോഴും ഇളകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത് തേച്ച് ഉറപ്പിക്കണം. പേപ്പറിൽ നന്നായിട്ട് തേച്ച് ഉറപ്പിച്ചാലേ ഇരിക്കുകയുള്ളൂ. കളർ ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഡെപ്ത്ത്, ടോൺ, അതിൻ്റെ ഹൈലൈറ്റ് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഏതൊരു വസ്തുവിനും അതുപോലെ തന്നെയുണ്ട്. അത് മുടിക്കായാലും എല്ലാ ഭാഗത്തും അത് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളൊരു ഫിഗർ ചെയ്യുമ്പോൾ അതിനകത്ത് മുഖത്തിൻ്റെ ഷെയ്ഡുണ്ട്. അപ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് അതൊരു വൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഡ്രസ്സ് നമുക്ക് ചെയ്യാം. വസ്ത്രം നമുക്ക് പച്ച കൊടുക്കാം. ഈശോയുടെ നേച്ചർ അനുസരിച്ച് ഈശോ മനുഷ്യനായിരുന്നു എന്നതിൻ്റെ രീതിയിലാണ് സാധാരണ ചിത്രകാരന്മാർ പച്ച കളറ് ഈശോയുടെ ഡ്രസ്സിന് കൊടുത്തത്. അതനുസരിച്ച് നമുക്കും ഇപ്പോഴും പച്ച തന്നെ കൊടുക്കാം. നമ്മൾ ഡെപ്ത് കൊടുക്കുകയാണ്. വീണ്ടും തേച്ച് ഉറപ്പിക്കുകയാണ്. പിന്നിലെ കൈ നമുക്ക് വരച്ച് തീർക്കാം. ഈശോ പാപിനിയായ സ്ത്രീയോട് എന്തോ സംസാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗമാണ്. അത് സംസാരിക്കുന്നതായിട്ട് നമുക്ക് ചിത്രീകരിക്കാം. ഈശോ ഉപയോഗിച്ചിരുന്ന മേൽമുണ്ട് എന്ന് പറയുന്നത് ഒരു ചുമന്നതാണ് നമ്മളൊക്കെ കണ്ടുവന്നിട്ടുള്ളത്. ആ ചുമന്ന മേൽവസ്ത്രം തന്നെ നമുക്ക് വീണ്ടും വരയ്ക്കാം. ഡ്രൈ പെസ്റ്റൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൈ എപ്പോഴും അഴുക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് കഴുകുന്നത് നല്ലതായിരിക്കും. ഒരു വെള്ളം ഇരിപ്പുണ്ട്, നമുക്ക് എടുത്തൊന്ന് കഴുകി റെഡിയാണ്. കഴുകിയില്ലെങ്കിൽ കളറ് അടുത്ത കളറിലേക്ക് പടരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്.
ഏകദേശം നമ്മൾ ചിത്രീകരിച്ചു. ഇനിയിപ്പോൾ അഭിനയായ സ്ത്രീയെ നമുക്കൊന്ന് ചിത്രീകരിക്കാം. അവൾ മോടിയായി വസ്ത്രമണിഞ്ഞ് നടന്നിരുന്ന സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അതേപോലെയുള്ള ചിത്രീകരണം വേണം. മുടിയൊക്കെ നന്നായിട്ട് പിന്നിയിട്ട് നടന്നിരുന്ന ഒരു സ്ത്രീ, ആൾക്കാരെ ആകർഷിക്കാൻ തക്കവണ്ണം അവൾ ശ്രദ്ധിച്ചിരുന്നു. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ചെയ്യുന്നത് പോലെ ഹെന്നയൊക്കെ തേച്ച് നടക്കുന്നത് പോലെ നടക്കാനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കുട്ടി. വസ്ത്രം നമുക്ക് ചിത്രീകരിക്കാം. വസ്ത്രം നല്ല മിനുസമുള്ളതും മൃദുവായതും ഭംഗിയുള്ളതുമായ വസ്ത്രമായിരുന്നു അവൾ ധരിച്ചിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചിത്രീകരിക്കാം. കൊടുക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം. മുഖം ചിത്രീകരിക്കാം. നമുക്ക് ഈ ശതാധിപനെ ഒന്ന് ചിത്രീകരിക്കാനായിട്ട് അടുത്തതായിട്ട് ശ്രമിക്കാം. ഉയർന്ന ജാതിക്കാരനാണ്. നല്ല വസ്ത്രധാരണ രീതിയായിരിക്കും ആ മനുഷ്യൻ്റേത്. ശതാധിപൻ ധരിച്ചിരിക്കുന്ന ഉൾവസ്ത്രം നമുക്ക് ചിത്രീകരിക്കാം.
കൂടെ ഡെപ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തിരി കൂടെ ഭംഗിയായിരിക്കും. നമ്മളൊരു ചിത്രം വരച്ചു, ഭംഗിയായി ചിത്രം വരച്ചു. ഈ മാധ്യമം ഉപയോഗിച്ച്, ഡ്രൈ പെസ്റ്റൽ ഉപയോഗിച്ച് നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ സാധിക്കും. ഈ ചിത്രീകരണ രീതി നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുമെന്ന് കരുതുന്നു. ഇന്ന് വരച്ച പാപിനിയായ സ്ത്രീയുടെ ചിത്രം നമുക്കൊരു പാഠം തരുന്നുണ്ട്. ഇതുപോലെ ഈശോയുടെ സന്നിധിയിലേക്ക് ചെന്ന് പാപമോചനം യാചിച്ചു കഴിഞ്ഞാൽ ഈശോ നമ്മളോടും ക്ഷമിക്കും. നമ്മൾ ഈശോയുടെ അടുക്കൽ ചെന്ന് പാപമോചനം സ്വീകരിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ടും നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നിങ്ങൾക്കുമാകാം രചനകൾ. അതെല്ലാം ജീസസ് കിഡ്സുമായി പങ്കുവയ്ക്കൂ. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഒരുപാട് സ്വപ്നങ്ങൾ കാണട്ടെ എന്ന ആശംസകളോടെ, എന്നും പരസ്പരം പ്രാർത്ഥിക്കുമെന്ന ഉറപ്പോടെ, നമസ്കാരം.